സഭയുടെ ഉണർവ് റിവൈവ് ദ ചേർച്ച്. 2024 അവിടെ ഇവിടെ എല്ലാം പ്രാർത്ഥനയും കൺവെൻഷനും മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നൊരു സമയമാണ്. ഇറ്റ് ഈസ് ഫിറ്റിംഗ് ആൻഡ് പ്രോപ്പർ. അത് നല്ല കാര്യം തന്നെയാണ്. വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ആണ്ടിൻ്റെ ആരംഭം വരെ മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസങ്ങളിലെല്ലാം പലയിടങ്ങളിലായിട്ട് ഉണർവ് യോഗങ്ങളിൽ എനിക്കും ചേർന്ന് കൂടാനും അറ്റൻഡ് ചെയ്യാനും ദൈവം അനുവാദം തന്നിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. നമുക്ക് പറ്റിയതിനെ ദൈവം നമ്മുടെ അടുക്കൽ കൊണ്ട് കാണിക്കുക. അത് വലിയ വിശ്വസ്തതയാണ് അവൻ്റെ. അപ്പോൾ ഈ അടുത്ത ദിവസം കേട്ട ഒരു വചനത്തിൻ്റെ ചില ഭാഗങ്ങളും കൂടി ചേർത്താണ് ഞാനിത് പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരട്ടെ. അപ്പോൾ ഉണർവെന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കമാണ് നമ്മുടെ ഉദ്ദേശം. ഉണർത്തുക എന്ന് പറയുമ്പം നമ്മൾ ഓർക്കുമ്പം ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുന്നതായിട്ടുള്ളൊരു ചിന്തയാണ് ആദ്യം വരുന്നത്. അല്ലേ, ഉറങ്ങിക്കിടക്കുകയാണ്, എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ദേശമേ നീ ഉറങ്ങിക്കിടക്കുകയാണോ ദൈവം ചോദിക്കുകയാണ്. യെരൂശലേമിനെ നോക്കി ദൈവം ദുഃഖം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പം വിശ്വാസികളുടെ ഇടയ്ക്കും. ദൈവം ദുഃഖിക്കുകയാണ്. കാരണം ആർക്കും ആ ഒരു വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ റിഫ്രഷിങ് പ്രൊഡക്റ്റീവ് ലൈഫ് ഇല്ലാതെ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു നദി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിണറ്റിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അഴുക്കായി പോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കിണർ തേകുക എന്ന് പറയും. അത് ആവശ്യമുണ്ട്, കാരണം ശുദ്ധീകരണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വർഷത്തിലൊരിക്കലും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഉണർവിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ ആത്മാവിൽ കാണിക്കുന്നത് പെന്തക്കോസ്ത് ദിവസത്തിലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമായപ്പം ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൻറ്റിൽ യു റിസീവ് പവർ ഫ്രം അബവ്. അതായത് യെരൂശലേമിൽ തന്നെ നിങ്ങൾ വസിക്കണം, മുകളിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്. അങ്ങനെ തന്നെ വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മ 4-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കാൻ. എന്നാൽ 8 പറയുന്നു, 1:8 ആകുമ്പോഴത്തേക്ക് ദൈവം ശക്തി തരുന്നു. അതാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോടും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സാക്ഷികളാകുക എന്ന് പറഞ്ഞ് ദിനംപ്രതി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമായത്. അത് പരിശുദ്ധാത്മാവില്ലാതെ നമ്മുടെ സ്വന്തം കഴിവ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ സ്വന്തം കഴിവ് ചെയ്തിട്ട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള പലരെയും നമ്മളും ഒരു കാലത്തൊക്കെ പലതും തൻ്റെ കഴിവ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ആണെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങും. പക്ഷേ കുഴി ചെന്ന് വീണ് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ദൈവം നമ്മളോട് അത് ചെയ്യാൻ പറഞ്ഞില്ല എന്ന്. ദൈവം പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശിഷ്യന്മാരോട് പോലും പറഞ്ഞു, നിങ്ങൾ ഈ എൻ്റെ വേല ചെയ്യാൻ വേണ്ടി ഓടിയൊന്നും നടക്കണ്ട, അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, യെരൂശലേമിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. അനുസരിച്ചതിനാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായപ്പോൾ പെന്തക്കോസ്ത് ദിവസത്തിൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ റിവൈവൽ അല്ലെങ്കിൽ ഒരു ഉണർവ് സംഭവിച്ചത് ഇങ്ങനെയാണ്. പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തെ ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിടത്തെ വീട് മുഴുവനും നിറച്ചു. ഇത് മുഴുവനും ദൈവപ്രവർത്തനമാണ്. നമ്മൾ ബഹളമൊന്നും വെക്കുകയല്ല. ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നിട്ട് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും മുൻപിൽ നിൽക്കുന്നവർ നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ കുറേ കാട്ടിക്കൂട്ടുന്നത്. അതാണോ ഇവിടെ? ദൈവം തമ്പുരാൻ ദൈവത്തെ അനുസരിക്കാൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ റിവൈവൽ അല്ലെങ്കിൽ ഉണർവിന് വേണ്ടി അനുസരണമാണ്. പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് നമ്മളോട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അത് അനുസരിക്കുമ്പം ഈ 90% ആവശ്യമില്ലാത്ത നമ്മൾ ചെയ്യുന്നത്. ഈ 10% അനുസരണം ചെയ്താൽ തന്നെ ദൈവം ഇറങ്ങി വരും. അപ്പോൾ അനുസരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മളിപ്പം പഠിക്കേണ്ടത്. അപ്പോൾ ഈ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് തെറ്റി? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ട്. അവർ ഇരുന്നിടത്തെ വീട് മുഴുവനും നിറച്ചു. ഒരു വീട് മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിനങ്ങ് നിറയുകയാണ്. എന്തൊരു ഭാഗ്യമല്ലേ! നമ്മളൊന്ന് മനസ്സുകൊണ്ട് കണ്ട് നമ്മളിരിക്കുന്ന ആലയങ്ങളെ, നമ്മുടെ സഭകളെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളെ, നമ്മുടെ പ്രായർ ഗ്രൂപ്പിലൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൊട്ടിയ കാറ്റിങ്ങനെ ആഗ്രഹമാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വന്നിട്ട് പിളർന്ന നാവ് പോലെ ഓരോ വ്യക്തിയുടെയും
മേൽ പതിക്കുകയാണ്. പിളർന്നാവിനെക്കുറിച്ച് പലരും അതല്ല ഇമ്പോർട്ടൻസ് ഈസ് ദാറ്റ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയാണ്. പരിശുദ്ധാത്മാ തീ ഇറങ്ങിയപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാ നിറഞ്ഞവരെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ നാവിന്മേൽ ഭാഷ തരും. അത് ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചിലർക്ക് മലയാളമായിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, മലയാളം അറിയാൻ വയ്യാത്ത ഒരാൾ മലയാളത്തിൽ പ്രസംഗിക്കുന്നത് കേട്ടു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ദൈവത്തിന് ഭാഷയൊന്നും പ്രശ്നമല്ല. യഹൂദൻ ഒന്നിച്ചുകൂടി പെന്തക്കോസ്ത് ചെന്നപ്പോൾ അവരെല്ലാം അവരവരുടെ ഭാഷയിൽ ഭാഷ പറഞ്ഞത്. അപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ട്, യഹൂദൻ അവൻ്റെ ഭാഷയെക്കുറിച്ച് വലിയ പ്രശംസയാണ്. ഞങ്ങളുടെ ഭാഷയാണ്. ശരിയാണ്, ഹീബ്രു ഭാഷ വളരെ പ്രധാനമാണ്. ആ ഭാഷയോളം വലുത് വേറെ ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ അവർ കരുതുകയും ചെയ്യുന്നു. അതിനകത്ത് ഒത്തിരിയും മർമ്മങ്ങളുള്ളതാണ്. കോഡ്, ദൈവത്തിൻ്റെ ബൈബിൾ കോഡ് യഹൂദ ഭാഷയിൽ, ഇബ്രായ ഭാഷയിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരതിൽ, പക്ഷേ അന്യഭാഷ വന്നപ്പോൾ അവരാരും യഹൂദ ഭാഷയിലൊന്നും അല്ല അവർ പ്രവചിച്ചത്. ഓരോരുത്തരും അവരവരുടെ, അപ്പം ഭാഷ ഏതെന്നുള്ളതല്ല അവിടെ പ്രാധാന്യം കൊടുത്ത് എല്ലാവരും ആത്മാവ് നിറഞ്ഞായിട്ട് അവരവർക്ക് ഉച്ചരിക്കാവുന്ന ഭാഷയിൽ ഒരു ദൈവത്തെ സ്തുതിച്ച്, അവനവൻ്റെ ഭാഷയിൽ പോലും ദൈവത്തെ സ്തുതിക്കാനുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമുക്ക് കിട്ടി. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ സ്തുതിക്കണം പലർക്കും അറിയത്തില്ല. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളുടെ ഞരക്കം പോലും ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയുന്നുണ്ട്. അപ്പം എന്ത് സംഭവിച്ചു? അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. അന്ന് പിന്നെ പറയുന്നു, അന്ന് ആകാശത്തിനുള്ള സകല ജാതികളിൽ നിന്ന് യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ ഈ വലിയ ശബ്ദം ദൈവം സ്വർഗത്തിൽ നിന്നാണ് അയച്ചത്. അപ്പോൾ അവിടേക്കെല്ലാം പേടിയായിട്ട് ഓരോരുത്തർ ഓടിക്കൂടി വരണം. അവരെല്ലാവരും വന്നപ്പോൾ താൻ്റെ ഭാഷയിൽ എല്ലാവരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ലാരും. അവരവർക്കറിയാം, അതായത് അവനവനറിയാവുന്ന ഭാഷയിൽ ഇവിടെ സംസാരിച്ചു. അപ്പം ദൈവം ഹീബ്രു ഭാഷയിൽ നിന്ന് മാറ്റി വെച്ച് ദൈവം തമ്പുരാൻ എല്ലാ ഭാഷയിൽ കൂടെയും സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൽ കൃപ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിബന്ധനകൾ മാറ്റിയേച്ച് സ്വാതന്ത്ര്യം തരികയാണ്. ഏത് ഭാഷ, എങ്ങനെ നിൻ്റെ ഹൃദയം വേദനിച്ചോ ഞാൻ അറിയുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ചവർ എല്ലാവരും ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ, പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകൾ ഇവരങ്ങനെ. അപ്പോൾ അവിടെ നിൽക്കുന്നു. ഇത് ഞാൻ അമേരിക്ക വെച്ച് ഇതേപോലെ ഞാൻ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു കേട്ടോ, അയാളിങ്ങനെ അന്യഭാഷ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് ജാപ്പനീസ് ലാംഗ്വേജ്. അയക്കറിഞ്ഞുകൂടെ എന്നാ പറയുന്നത്, കാരണം ഭാഷ നാവിൻ പറഞ്ഞു. അപ്പം പുറത്തൊരു ജപ്പാൻകാരൻ പുറത്ത് നിൽപ്പുണ്ട്. അയാൾ കേൾക്കുമ്പോൾ അയാളുടെ ഭാഷയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അയാൾക്ക് കൺവിക്ഷൻ വന്നു. അയാൾ ഓടി വന്ന് അകത്ത് വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അയാൾ ദൈവത്തിന് മുട്ടുകുത്തി അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ പള്ളിയിലുണ്ട്. അമേരിക്ക വെച്ച് നടന്നൊരു സംഭവമാണ്. ഞാൻ അന്നേരം അവിടെ ഉണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൽ പറയുന്നത് ഭാഷ ഏതെടുക്കണം, ഏത് പറയണം എന്നൊക്കെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ അവർ പലരെ ആകർഷിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവർക്ക് അന്യഭാഷ കൊടുത്തു, അവരവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കൊടുത്തു. എന്നാൽ 14-ാം അധ്യായത്തിൽ ഈ 1 കൊരിന്ത്യർ 14-ലാകുമ്പോൾ അന്യഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്നതില്ല. 3 തരത്തിലുള്ള അന്യഭാഷയുണ്ട്. ഇതിപ്പോൾ ഒരാൾ എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും ഇത് പുതുവീഞ്ഞ് കുടിച്ചിരിക്കുമെന്ന് പരിഹരിച്ച് പറഞ്ഞാൽ അത് വീഞ്ഞ് കുടിച്ചിട്ടുണ്ട്. പക്ഷേ പത്രോസ് എഴുന്നേറ്റ് വെച്ച് പറയും, ദൈവം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പത്രോസ് ധൈര്യമായിട്ട് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് കണ്ട് ഉണർവിൻ്റെ ഒരു പ്രയോജനം. 11 പേര് പത്രോസും കൂടെ 12 പേര്. 12 പേരും ഐക്യമത്യത്തിൽ ഒരുപോലെ നിന്നു. എത്ര ഭവനങ്ങളിൽ അതുണ്ട്, എത്ര സഭകളിലുണ്ട്, എത്ര ചേർച്ചിലുണ്ട്. അത് ഐക്യത, യൂണിറ്റി ആൻഡ് ലവ്. അതില്ല. അതിനാണ് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നത്. നമ്മൾ ബാബേൽ കോട്ടയിൽ വെച്ച് ഭാഷ വിഘടിച്ചു പോയി. ദൈവത്തെക്കാട്ടിലും ഞാനിപ്പം സ്വർഗം വരെ എത്തുന്ന ഗോപുരം ഉണ്ടാക്കുന്നത്, അതോടുകൂടി ദൈവം ഭാഷ കലക്കിയത്. ഇപ്പോൾ പുതിയ നിയമമായപ്പോൾ ദൈവ മക്കൾക്ക് ഏകത്വം കിട്ടാനായിട്ട് പരിശുദ്ധാത്മാവിൽ യൂണിറ്റി തന്നിരിക്കുകയാണ്. ആ യൂണിറ്റി എത്ര പേർക്കുണ്ട്? 12 പേർ ഒന്നിച്ച് നിന്ന് ഒരാൾ സംസാരിക്കുമ്പം മറ്റവരൊക്കെ മിണ്ടാതിരിക്കുക.
അതൊക്കെ അങ്ങോട്ട് എനിക്കങ്ങോട്ട് ചിന്തിക്കാൻ പോലും പാടാണ്. 12 പേര് നിൽക്കുമ്പം ഒരാൾ മാത്രം, പത്രോസ് മാത്രം പറയുകയാണ്, ബാക്കിയുള്ളവരത് കേട്ട് ഒരു തലയാട്ടുന്നുണ്ടായിരിക്കും. എത്ര പേര്, 3000 ചില്ലുവാൻ ആളുകൾ ഒന്നിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി. ഇതൊക്കെയാണ് റിവൈവൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിവൈവൽ. അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പുതിയൊരു റിവൈവൽ അന്ന് പെന്തക്കോസ്തി നടന്ന പോലെ എല്ലായിടത്തും നടക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ ആഗ്രഹമെന്ന് ചോദിക്കുന്നതാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവത്തോട് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? നമ്മളെപ്പോഴും തന്നെ എനിക്ക് മക്കൾ കാര്യത്തിൽ, എൻ്റെ പണത്തിൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ രോഗം, പിന്നെ എൻ്റെ കല്യാണം, കുഞ്ഞുങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും അപ്പച്ചൻ്റെ ആത്മാവിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് തീക്ഷ്ണത, നമ്മളെല്ലാം വി ആർ സ്റ്റിൽ സെൽഫിഷ്. അത് മാറിപ്പോട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വരാതെ സംഭവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം കാണുന്നത് പോലെ കാര്യം കാണാനുള്ള കൃപ തരും. അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത് അത്ര ശക്തമായിട്ടാണ് അപ്പച്ചനെ അനുസരിച്ച് കഴിയുമ്പോൾ, അനുസരണം ബലിയേക്കാട്ടിലും ഉത്തമമെന്ന് പറയുന്നു. പക്ഷേ ഈ അനുസരിക്കാൻ ഞങ്ങളുടെ ജഡമാണ് തടസ്സം നിൽക്കുന്നത്. പ്രായം കൂടുന്തോറും ഈ ജഡത്തിൻ്റെ ശക്തി കൂടുതലുമാണ്. അതുകൊണ്ട് എത്രയോ പ്രായമുള്ള അപ്പനും അമ്മയും, പ്രായമുള്ളവർ 70 വയസ്സ്, പിന്നെ അവർ ഭാര്യയും ഭർത്താവും കൊണ്ട് മിണ്ടത്തില്ല. അങ്ങനെ എത്രയോ കുടുംബം എനിക്ക് അങ്ങനെ അറിയാൻ കഴിയും. അവർ മാറി താമസിക്കും. ഒരാൾ മകളുടെ കൂടെ, ഒരാൾ മകൻ്റെ കൂടെ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കും. ദൈവമേ, അങ്ങനെയുള്ള ബലഹീനതകൾ ഞങ്ങൾക്ക് ആർക്കും വരാതെ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ് ഇഞ്ചക്റ്റ് ചെയ്ത് കൊത്തിവെച്ച് ഞങ്ങളുടെ ഉള്ളിലിട്ട് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത് വരണം. അതിന് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തണം. അതുകൊണ്ടാണോ ഞങ്ങളുടെ അടുത്ത തലമുറകൾ ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാത്തത്? ഞങ്ങളുടെ കുറവ് കൊണ്ടാണെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ശുഭകരമായി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ്, ക്രിസ്തു നടുക്ക്, യേശുവില്ലാതെ ഒരു യാത്രയ്ക്ക് പോകരുത്.